ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മോർണിംഗ് വ്ളോഗ് അല്ലേ കാണുന്നത്. നമ്മൾ മാറ്റി പിടിച്ച് നമ്മൾ ഈവനിങ് വ്ളോഗ് ആക്കിയിട്ടോ. അപ്പോൾ നമുക്ക് സ്കൂൾ വിട്ട് വന്നാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കൊന്നുമല്ല കേട്ടോ. സ്കൂൾ വിട്ട് വന്നാൽ നമുക്ക് പണിയോട് പണി തന്നെയാണ് കേട്ടോ. വലിയ പണിയൊന്നുമല്ല, നമുക്ക് രണ്ടുപേർക്കുള്ള ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങൾ ആക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പണി. അപ്പോൾ എന്തൊക്കെ പറയണം പപ്പ? വല്ലുള്ളിയോ വേണ്ട. അപ്പൊ അതിൻ്റെ ഒക്കെ മുന്നേ വേണ്ട വേണ്ട. അപ്പോൾ ഉള്ളി വേണം, തക്കാളി വേണം എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ അതിൻ്റെ മുന്നേച്ച് ഇവിടെ കുറച്ച് പണികൾ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും നമ്മൾ താഴത്ത് പോയി കിടന്നുകൊണ്ട് തന്നെ പാത്രം കഴുകാൻ എനിക്ക് പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങാൻ പേടിയായി കേട്ടോ. സത്യം പറയാം, പുറത്തിറങ്ങാൻ പേടിയായി. അപ്പോൾ ഞാൻ പാത്രത്തിലൊക്കെ വെള്ളം പാർന്ന് ചുരുക്കി വെച്ചിട്ട് ബേസിനിൽ ഇട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. എന്താടി അങ്ങനെ ഇട്ട് വെച്ച് നമ്മൾ പൊയ്ക്കായിരുന്നു. പിന്നെ രാവിലെയാണ് കഴുകി വൃത്തിയാക്കി ഇവിടെ അങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിന് നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ തന്നെ വെക്കാം. നമുക്ക് ആവശ്യം ഇപ്പം എന്താ, ഒരു കുക്കർ വേണം, ഒരു ചട്ടി വേണം, അതുപോലെ ഒരു കയ്യിൽ വേണം. ഇത്ര മതി. അപ്പോൾ ബാക്കിയുള്ള വേണ്ട ഒരു പാത്രം കൂടെ വേണം കേട്ടോ. മുരിങ്ങാക്കറി വെച്ചിട്ട് ഒഴിച്ചാലുള്ള ഒരു പാത്രം വേണം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, വലിയ സ്പെഷ്യൽ ഒരാഴ്ച ചിക്കൻ കഴിച്ച് മടുത്തത് കൊണ്ട് തന്നെ മിനി ചിക്കന് ആവാതെ സംഭവം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാം. എന്താണ് ചായ, കുറച്ച് ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചൂടാക്കാം. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നില്ല, എൻ്റെ മക്കളുടെ അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് രാവിലെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാഷാഅല്ലാ ഒരൊക്കെ ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് എൻ്റെ മക്കളെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും ദിവസത്തെ കഷ്ടപ്പാട് അവർ വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു കേട്ടോ. പാത്രങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാനുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് മുരിങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. അമ്മായി പോന്നപ്പോൾ മുരിങ്ങ എന്ന്. അപ്പോൾ ഒരു മുരിങ്ങക്കറിയും വെക്കാം. ബീട്രൂട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് തോരൻ വെക്കാനായിട്ട് 2 ഉള്ളൂ എടുത്തിട്ട്. ഇപ്പോൾ വൈകുന്നേരത്തേക്ക് മാത്രമല്ലേ ഇത് ഞാൻ കഞ്ഞിവെള്ളം അവിടെ കൊടുന്ന കേട്ടോ നമുക്ക് കറി വെക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ബീട്രൂട്ട് അടുപ്പിക്കാത്തതുകൊണ്ടേ ഇന്നലെ പച്ചക്കറിക്കാർ വന്നപ്പോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ബീട്രൂട്ട് 1 കിലോ മേടിച്ചിട്ടോ. അതന്നെ നമുക്ക് ഒരാഴ്ചത്തേക്ക് ഉണ്ടാവും കേട്ടോ. എന്താ ചിലപ്പോൾ ഈ ഉപ്പേരി വെച്ചാൽ നാളത്തേക്ക് ഉണ്ടാവും. ഓളാണത് കാര്യമായിട്ട് കഴിക്കുന്നത്. ഞാൻ കഴിക്കൂല എന്നല്ല, എന്നാലും ഓളത്രത്തോളം എനിക്ക് ആവശ്യമില്ല കേട്ടോ. ഇതൊന്നും ഇതാകുമ്പോൾ ഇതെന്താ പറയുക, നമ്മൾ ഇതേ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഇത് മേടിക്കാനല്ലേ നമുക്കൊന്നും നല്ലത് കഴിക്കും. ഏത് നേരം കഴിക്കണ ഓളെ ഇഷ്ടത്തിന് പൂക്ക് പറ്റിയതും കഴിക്കാലോ വേണ്ടിയിട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് കട്ട് ചെയ്യട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് ഞാൻ അരി കഴുകിച്ചാനായിട്ട് ഓളെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പണികളൊക്കെ പോളും പിന്നെ ഇങ്ങനെ അടുക്കളയിൽ സഹായിച്ച് തരും കേട്ടോ. ചോറ് വെക്കും, അതൊക്കെ ഇപ്പോൾ പഠിച്ചെടുത്തു കേട്ടോ. ഇപ്പോൾ ഒന്നും വയ്യാതായതുകൊണ്ട് ഛർദി ഇതൊക്കെ ആയതുകൊണ്ട് ഓളാണ് കുക്കിങ്ങൊക്കെ ചോറും അങ്ങനെ സംഭവങ്ങളൊക്കെ ആക്കിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓൾ പഠിച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര കൊതുക കഴിച്ച് ഞാൻ ഇവിടുത്തെ പണി എളുപ്പം തീർത്തിട്ട് പോട്ടെ കേട്ടോ. ചോറിനുള്ളത് ഇത് അവിടെ സെറ്റാക്കി കേട്ടോ. അരി കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്യണം, കഴുകണം, അങ്ങനെയുള്ള പണികളാണ് കേട്ടോ. അതാ നമ്മൾ ചോറായി, ഉപ്പേരി ഇവിടെ ആയിട്ടോ. ഇനി നമുക്കിതാ കപ്പത്തേക്ക് ഞാൻ കറിക്കുള്ളത് സെറ്റാക്കി വെച്ചിട്ടോ. അപ്പോൾ സമയം ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടോ. നല്ല സമയം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പണികൾ കൂടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എനിക്കൊന്ന് കുളിക്കണം, ഫ്രഷാണോ അങ്ങനെയുള്ള പണികളൊക്കെ കുളിച്ച് ഫ്രഷാകല്ല പണി ബാക്കിയുണ്ട്. നമുക്ക് മുരിങ്ങക്കറിയാണ് മുരിങ്ങ ചാറ്. നമ്മൾ ചാറ് തന്നെ അവർക്കിൽ ഇനി കറിയാക്കി പണിയൊന്നുമില്ല കേട്ടോ. മുരിങ്ങാച്ചാറ് വെക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതാ മുരിങ്ങക്കറി ഇവിടെ ആയിട്ടോ. അപ്പോൾ ഇനി എന്താ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന്
ഒരു 2-3 തിള തിളച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. പറയുമ്പോൾ ഞാൻ ഓഫ് ചെയ്തു. തിളച്ച് കൂട്ടി പോകാനാക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ഞാൻ തിളക്ക് അതിന് പോകാനാക്കരുത് എന്ന് പറയാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ്. അപ്പോൾ മുരിങ്ങാക്കറി ഞാൻ ഓളെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ എൻ്റെ കുളി അങ്ങനെയൊക്കെ കഴിഞ്ഞ് വരട്ടെ കേട്ടോ. അതാ 7 മണി കഴിഞ്ഞേക്കും. ഇതാ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ബീട്രൂട്ട് ഉപ്പേരി മുരിങ്ങാക്കറി. ഓക്കെ, ഉപ്പേരി ഇതാ കുറച്ചുള്ളൂ കേട്ടോ. ഇന്നത്തേക്കുള്ളത് മാത്രമാണ് വെച്ചിട്ടുള്ളത്. കറി ഇതാട്ടോ, കറി അത്യാവശ്യമുണ്ട് ഗൈസ്. രാവിലെ ഫുഡ് കഴിക്കാമല്ലോ കേട്ടോ.